26 വയസ്സുകാരൻ മാത്രമാണ് സിദ്ധാർത്ഥ് പ്രഭു എന്ന സീരിയൽ നടൻ. തട്ടിയും മുട്ടിയുമിന് ശേഷം സുരഭിയും സുഹാസിനിയും എന്ന പരമ്പരയിലും അഭിനയിച്ച സിദ്ധാർത്ഥ് അടുത്തിടെയാണ് ഉപ്പും മുളകിലേക്ക് എത്തിയത്. പരമ്പരയിൽ സിദ്ധു എന്ന ലച്ചുവിന്റെ ഭർത്താവ് വേഷത്തിൽ തകർത്ത് മുന്നേറുന്നതിനിടെയാണ് മലയാളികളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് നടന്റെ അപ്രതീക്ഷിതമായ ഒരു വീഡിയോ ക്രിസ്തുമസ് തലേന്ന് രാത്രി പുറത്തുവന്നത്. മദ്യപിച്ച് ബോധമില്ലാതെ വാഹനമോടിക്കുകയും കാൽനടയാത്രക്കാരനെയും മറ്റു 3 വാഹനങ്ങളെയും ഇടിക്കുകയും ചെയ്തപ്പോൾ നാട്ടുകാർ പിടികൂടുകയും ചെയ്ത വീഡിയോയാണ് മിനിറ്റുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിച്ചത്. ബോധം ലവലേശമില്ലാതിരുന്ന സിദ്ധാർത്ഥ് നാട്ടുകാരെ ചീത്ത വിളിക്കുന്നതും ആക്രമിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. അതിനിടെ നാട്ടുകാരും സിദ്ധാർത്ഥിനെ കൈകാര്യം ചെയ്യുകയായിരുന്നു. പിന്നാലെ ചങ്ങനാശ്ശേരി ആശുപത്രിയിൽ നടത്തിയ നടന്റെ രക്തപരിശോധനയുടെ റിപ്പോർട്ടും ഞെട്ടിക്കുന്നതാണ്. അതിനിടെയാണ് സംഭവത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ ജിഷൻ മോഹൻ രംഗത്തു വന്നിരിക്കുന്നത്. നടന്റെ രൂക്ഷ പ്രതികരണ വീഡിയോയിലെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മുടെ സഹപ്രവർത്തകൻ സിദ്ധാർത്ഥ് മദ്യപിച്ച് വണ്ടി ഓടിച്ച് ആ വണ്ടി ഒരാളെ തട്ടി. ഇതിനെ ന്യായീകരിക്കുകയോ ലഘൂകരിക്കുകയോ ചെയ്യുന്നില്ല. ഇതിൽ നാട്ടുകാർ ചെയ്ത പ്രവൃത്തി ഭീകരമായിട്ട് തോന്നി. ഇവർ ചെയ്തത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. മദ്യപിച്ചയാളെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. നാട്ടുകാർ ഇവന്റെ കഴുത്തു പിടിച്ച് ഞെരിച്ച് റോഡിലിട്ട് ചവിട്ടുന്നു. ഇതാണോ കേരളം? ഇതാണോ പ്രബുദ്ധമായ കേരളം? മധുവിനെ തല്ലിക്കൊന്നപ്പോൾ കുറെ പേർ പരിതപിച്ചിരുന്നു. എവിടെ? പരിതാപമൊന്നുമില്ലേ ആർക്കും? എന്തേ? കാരണം അവൻ ആർട്ടിസ്റ്റാണ്, സെലിബ്രിറ്റിയാണ്. എന്നുവെച്ചാൽ മാക്സിമം അവനെ ചവിട്ടിത്താഴ്ത്തണം. ഇപ്പോൾ കുറെ പേർ പറയുന്നുണ്ട് അവൻ വണ്ടി ഇടിച്ചതിനാലല്ലേ അങ്ങനെ ചെയ്തത് എന്ന്. ഇതിന് കൈകാര്യം ചെയ്യാനാണോ നാട്ടുകാർ? ഇവിടെ പോലീസും കോടതിയും നിയമവും ഒന്നുമില്ലേ? ലോകത്തിൽ ആദ്യമായി മദ്യപിച്ച് വണ്ടി ഓടിച്ച ആളല്ല സിദ്ധാർത്ഥ്. ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ എല്ലാവരും മദ്യപിച്ചൊക്കെ തന്നെയാകും വണ്ടി ഓടിക്കുന്നത്. അത് നല്ലതല്ല, അനുകൂലിക്കുന്നുമില്ല. പക്ഷേ ഇതിൽ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരാളെ വലിച്ചിഴച്ചല്ല, ശ്വാസം മുട്ടിച്ചല്ല പ്രതികരിക്കേണ്ടത്. പ്രബുദ്ധ കേരളമാണ് പോലും. നാണമില്ലേ കേരളത്തിലെ ജനങ്ങളെ? നിങ്ങൾക്ക് പ്രതികരിക്കേണ്ടേ ഇതിനൊന്നും? ലജ്ജ തോന്നുന്നു എന്നാണ് ജിഷിൻ അതീവ രോഷത്തോടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുമസ് തലേന്ന് രാത്രിയാണ് സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ ഈ സംഭവം ഉണ്ടായത്. കോട്ടയം MC റോഡിൽ നാട്ടകം ഗവൺമെൻറ് കോളേജിന് സമീപത്താണ് സിദ്ധാർത്ഥിൻ്റെ വാഹനം വഴിയാത്രക്കാരനെ ഇടിച്ചത്. കോട്ടയം ഭാഗത്തു നിന്നെത്തിയ സിദ്ധാർത്ഥ് ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് ലോട്ടറി വിൽപ്പനക്കാരനായ കാൽനടയാത്രക്കാരനെ ഇടിക്കുകയായിരുന്നു. മറ്റു 3 വാഹനങ്ങളെയും ഇടിച്ചു. ചോദ്യം ചെയ്ത നാട്ടുകാരെയും തടയാനെത്തിയ പോലീസിനെയും ആക്രമിച്ച ഇയാളെ ഒടുവിൽ ചിങ്ങവനം പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിൽ എടുക്കുകയും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. പിന്നാലെ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിൽ നടത്തിയ രക്തപരിശോധനയിൽ മദ്യപിച്ചതിൻ്റെ മാത്രമല്ല MDMA സാന്നിധ്യവും രക്തത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. അതേസമയം പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മദ്യത്തിൻ്റെ സാന്നിധ്യം മാത്രമാണ്. ഇതിനു പിന്നിൽ കുടുംബത്തിനുള്ള പണത്തിൻ്റെ സ്വാധീനം തന്നെയാണെന്നും സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ചർച്ച ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.